അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലാണ് കേട്ടോ. ആക്ച്വലി ഇതൊക്കെ മാൾ റോഡിൻ്റെ പരിസര പ്രദേശങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഹദിംബ ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ വാൻവിഹാറുണ്ട്. വാൻവിഹാറിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് കേരള ഫുഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയുള്ള ഒരു കിടിലൻ സ്പോട്ടിൽ നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും വന്ന് മാൾ റോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബുദ്ധിസ്റ്റ് മൊണസ്ട്രി. ഇതാണ് ബുദ്ധിസ്റ്റ് മൊണസ്ട്രി. വെള്ളമാകപ്പാ അമ്മ വിചാരിക്കണ്ടെന്ന് വേറൊരു അമ്പലങ്ങളിലാണ് പോകുന്നത്. കാശ്മീർ പോയിട്ട് ബസ്സിലൊക്കെ മണാലി കളി കേട്ടോ. ഓരോരുത്തർ വീട്ടിലേക്ക് ക്ഷണിക്കായിരുന്നു. ആക്ച്വലി നമ്മൾ മണാലിക്ക് പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് മണാലിയിൽ വന്നിട്ട് 3 പകലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന രീതിയിലുള്ള പാക്കേജ്. അതിലൊരു ദിവസം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ലോക്കൽ സൈറ്റ് സീനാണ്. ഇതുണ്ട്. ഇതുപോലുള്ള ഹിമാലയൻ ബൈക്കൊക്കെ നമുക്ക് റെന്റ് ചെയ്യാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറ്റും. ഹിമാലയൻ മാത്രമല്ല, ബുള്ളറ്റ് ബൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടറും ഒക്കെ കിട്ടാനുണ്ട്. ഇനിയിപ്പോൾ അത് വെച്ചിട്ടുള്ള പാക്കേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലേക്കാണ് പോകുന്നത്. മരെല്ലാം ഭക്ഷണം കഴിച്ച് മുഖത്ത് വീർപ്പൊക്കെ പോയിട്ടോ. ഹിമാചൽ പ്രദേശിലെ മലനിരകൾക്കിടയിൽ ശാന്തിയും ആത്മീയതയും നിറഞ്ഞിട്ടുള്ള ഒരു അത്ഭുത സ്ഥലത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. തിരക്കേറിയ മണാലി പട്ടണത്തിനടിയിൽ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു ടിബറ്റൻ ബുദ്ധമഠത്തിന്റെ ചരിത്രവും സൗന്ദര്യവും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഇന്ന് അവിടെ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൊണസ്ട്രിയുടെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ. ആക്ച്വലി ഇത് ടിബറ്റൻ ശൈലിയിലുള്ള പഗോഡ ശൈലി ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെളുത്ത ഗോടികളും അതുപോലെ തിളങ്ങുന്ന മഞ്ഞയും ചുവപ്പും ഒക്കെ ഉള്ള മേൽക്കൂരകൾ. ഈ ഒരു മൊണസ്ട്രിയുടെ ഉള്ളിൽ ഒരു പ്രധാന ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത് വലിയ സ്വർണ്ണബന്ധനായ ഊർജ്ജം നൽകുന്ന ഒരു വലിയൊരു ബുദ്ധന്റെ പ്രതിമ എന്നതാണ്. പിന്നെ നമ്മൾ മൊണസ്ട്രിക്ക് പുറത്തു വന്നിട്ട് ഇതിന് ചുറ്റുവട്ടത്തായിട്ടുള്ള പ്രാർത്ഥനാ ചക്രങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു പ്രാർത്ഥനാ ചക്രങ്ങളുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ കറക്കുമ്പോൾ ശാന്തിയും ആത്മജ്ഞാനവും സൃഷ്ടിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മൊണസ്ട്രി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗിൽ ഒരു ടൈം തന്നെയാണ്. അതുപോലെ തന്നെ മാൾ റോഡിൽ നിന്ന് നമുക്ക് നടന്നുകൊണ്ട് ഈസി ആയിട്ട് എത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രി. അപ്പോൾ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിൽ നമ്മൾ അത്യാവശ്യം ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ വീണ്ടും മാൾ റോഡിലേക്ക് ഇറങ്ങാണ് കേട്ടോ. മാൾ റോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരുന്നു. ആ നൈറ്റ് വ്യൂ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് മാൾ റോഡിലുള്ള പകൽ വ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ മാൾ റോഡ് എന്ന് പറയട്ടോ. അതന്നെ ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഈ മഞ്ഞൊക്കെ ഉണ്ടാവുമ്പോണ്ടല്ലോ, ഇവിടെയൊക്കെ മഞ്ഞുണ്ട്, ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കണ കാണാം. നമ്മളിപ്പോൾ ടൂറൊക്കെ വന്ന ആൾക്കാരില്ലേ, ടൂർ വന്ന ആൾക്കാരൊക്കെ ഇനി ഇരിക്കുന്നത്. അവരിനി നാട്ടിൽ പോകുമ്പോൾ പർച്ചേസിംഗ് ഒക്കെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകണ്ട. ഇവിടുന്ന് ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് കിട്ടും. ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ, മക്കൾക്കൊക്കെ ഓരോന്ന് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരിവിടെ വരിക. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണാലിയിലെ മാൾ റോഡാണ്. മാൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിലെ ലോക്കൽ സൈറ്റ്സിന് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണിത്. നമുക്ക് നാട്ടിലേക്കൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാം. വളരെ നന്നായി ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാം. ഇനി നിങ്ങൾ ബാർഗൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വില കുറയ്ക്കാതെ സാധനം വാങ്ങിയിട്ട് പോകാം.
ആക്ച്വലി മണാലിയിലെ ലോക്കൽ സൈറ്റ് സീൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ 2-3 എപ്പിസോഡായിട്ട് ചെയ്തിരുന്ന വീഡിയോസ്, അതായത് നമ്മൾ വാൻവിഹാർ മുതൽ അതുപോലെ ഹഡിംബ ദേവി ടെമ്പിൾ, ബുദ്ധിസ്റ്റ് മൊണസ്ട്രി, പിന്നെ അതുപോലെ മാൾ റോഡ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്കൊരു 4 അവേഴ്സിൻ്റെ ഉള്ളിൽ മണാലിയിൽ ലോക്കൽ സൈറ്റ് സീന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു 3 ഡേയ്സ് പാക്കേജ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു വൈകുന്നേരം ഒരു 3 മണിയോട് കൂടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന ഭാഗങ്ങളൊക്കെ കണ്ട് നൈറ്റ് ലൈഫും കൂടി ആഘോഷിച്ചിട്ട് റൂമിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് മണാലിയിൽ എത്തിയിട്ട് മണാലിയിലെ 3 പകലും 2 നൈറ്റൊക്കെ മണാലിയിൽ അടിച്ചു പൊളിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കപ്പിൾ പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇനി കപ്പിളല്ല ഫാമിലി പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഓവിയ ടൂറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. മണാലി സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ മണാലി സ്ട്രീറ്റിൽ വന്നാൽ നമ്മൾ മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് ലോക്കൽ ഫുഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. പകൽ അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്, നൈറ്റിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. പിന്നെ ഇനി സ്നോ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ ബ്യൂട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ മണാലിയിലൊക്കെ വരുമ്പോൾ മാൾ റോഡ് മസ്റ്റായിട്ട് മിസ് ചെയ്യാതെ കാണാം കേട്ടോ. മാൾ റോഡിലുള്ള തിരക്കൊന്നും നിങ്ങൾ നോക്കി നോക്കും, എത്രത്തോണ്ട് ആളുകളാണ്. ഇപ്പോൾ ലോക്കൽ ഫുഡ് കണ്ടിട്ട് ഇപ്പോൾ വാങ്ങുന്നുണ്ട്. എന്താ കുറച്ച് ഫ്രൂട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇടുക അതൊരു കഴിയാണ്ട് ഈ നടക്കുന്നു ഇങ്ങനെ പൊതിയാണ്.